കളങ്കാവൽ മമ്മൂട്ടി ചിത്രങ്ങളുടെ അന്നും ഇന്നും എന്നും ഉള്ളൊരു ന്യൂനതയായിട്ട് മമ്മൂട്ടി ഫാൻസിന് പോലും തോന്നിയിട്ടുള്ളത് ശരിയാണ്. ചിത്രങ്ങൾ അസാധ്യ ചിത്രങ്ങളുണ്ട്, അസാധ്യ പെർഫോമൻസ് ഉള്ള ചിത്രമുണ്ട്, ഗംഭീര ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രൊമോഷനിൽ മമ്മൂട്ടി ചിത്രങ്ങൾ എന്നും പിന്നിലാണ്. അത് ഇപ്പം വന്ന നസിൻ ഉൾപ്പെടെയുള്ള നടന്മാരെക്കാട്ടിൽ പിന്നിലാന്ന് തോന്നുന്നു. ഇപ്പം ട്രെയിലറും ടീസറും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കളങ്കാവലിൻ്റെ പ്രൊമോഷൻ ഓരോ ദിവസവും ഫാൻസുകാർ ഫാൻ മെയ്ഡ് പോസ്റ്റർ ഇറക്കുന്നതല്ലാതെ പ്രത്യേകിച്ചുള്ള പ്രൊമോഷൻ്റെ ആവശ്യമില്ല എന്നായിരിക്കും മമ്മൂട്ടി വിചാരിച്ചിരിക്കുന്നത്. ഗംഭീര ചിത്രമാണെങ്കിൽ ഓടട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അത് ഒരുപക്ഷെ നന്നായിരിക്കും. പക്ഷേ പ്രൊമോഷൻസ് ഇക്കാലത്ത് വളരെ ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിലായാലും ഇൻ്റർവ്യൂസ് ആയാലും ഒക്കെ വരുമ്പോഴാണ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു യൂട്യൂബോ ബാക്കിയുള്ളതോ എല്ലാം കാണുമ്പം ഇൻസ്റ്റാഗ്രാമോ ഒക്കെ കാണുമ്പം ഈ പ്രൊമോഷൻസ് നിറഞ്ഞു കാണുമ്പോൾ ഈ സിനിമയുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നേരം മമ്മൂട്ടി കളങ്കാവലിൽ വേണ്ടത്ര പ്രൊമോഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പ്രൊമോഷൻസ് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.